ഭരണരംഗത്തും സാഹിത്യ സാംസ്കാരിക ലോകത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ വ്യക്തിത്വമാണ് കെ ജയകുമാർ. IAS എന്ന ഔദ്യോഗിക പദവിയിലെത്തിയ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്രകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനാണ്. ഔദ്യോഗിക ജീവിതത്തിലെ കർശനമായ തീരുമാനങ്ങൾക്കൊപ്പം കലയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും സൗമ്യമായ പെരുമാറ്റവും കെ ജയകുമാറിനെ IASകാരിലെ വേറിട്ട വ്യക്തിത്വമാക്കി മാറ്റി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ M. കൃഷ്ണൻ നായരുടെയും സുലോചനയുടെയും മൂത്ത മകനായി 1952 ഒക്ടോബർ 6 തിരുവനന്തപുരത്താണ് കെ ജയകുമാർ ജനിച്ചത്. കലയുടെയും സാഹിത്യത്തിന്റെയും അന്തരീക്ഷത്തിൽ വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ കലാപരമായ അഭിരുചികൾക്ക് അടിത്തറയായി. വീട്ടിലെ സിനിമ, സാഹിത്യ ചർച്ചകൾ അദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ വായനയിലേക്കും എഴുത്തിലേക്കും ആകർഷിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും BSc സുവോളജിയിൽ ബിരുദം നേടിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സ് സാഹിത്യത്തിലേക്ക് തിരിഞ്ഞു. 19-ാം വയസ്സിൽ തന്നെ ആശാന്റെ മാനസപുത്രിമാർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച് അദ്ദേഹം ഗ്രന്ഥകർത്താവായി. മലയാളത്തോടുള്ള താല്പര്യം കൊണ്ട് കേരള സർവകലാശാലയിൽ അധ്യാപകനായാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1978 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നേടി കെ ജയകുമാർ സിവിൽ സർവീസ് രംഗത്തേക്ക് പ്രവേശിച്ചു. ഭരണരംഗത്തെ തന്റെ 34 വർഷത്തെ നീണ്ട സേവനത്തിനിടയിൽ അദ്ദേഹം നിരവധി സുപ്രധാന പദവികളും വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടറായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് കോഴിക്കോട് ജില്ലാ കളക്ടർ, വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ, വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ബ്രാൻഡിംഗ് നൽകുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചു. 2002 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി ഡൽഹിയിൽ സേവനമനുഷ്ഠിച്ചു. തുടർന്ന് സംസ്ഥാനത്ത് തിരിച്ചെത്തി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി. വിജിലൻസ്, ദേവസ്വം, അന്തർ സംസ്ഥാന നദീജലം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു. 2012 മാർച്ച് 31 കേരള സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയായി അദ്ദേഹം സ്ഥാനമേറ്റു. 2012 ഒക്ടോബർ 31 സർവീസിൽ നിന്നും വിരമിച്ചു. കെ ജയകുമാറിന്റെ സർവീസ് ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ. ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ, ശബരിമല സ്പെഷ്യൽ ഓഫീസർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. G. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയിലെ പ്രത്യേക ദൗത്യവുമായി അദ്ദേഹം എത്തുന്നത്. ശബരിമലയിലെ ഉത്സവ സീസണുകളിൽ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ മന്ത്രി കണ്ടെത്തിയ മികച്ച ഉദ്യോഗസ്ഥനായിരുന്നു ജയകുമാർ. ഡൽഹിയിലെ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ ഉടനെ അദ്ദേഹം ശബരിമലയിലെ പ്രത്യേക ദൗത്യം ഏറ്റെടുക്കുകയും പ്രതിസന്ധികളില്ലാതെ ഉത്സവം നടത്തി അന്നത്തെ VS അച്യുതാനന്ദൻ സർക്കാരിന് തുണയാവുകയും ചെയ്തു. EMSന്റെ മരുമകനായ CK ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും സ്പെഷ്യൽ കമ്മീഷണർ എന്ന നിലയിൽ ജയകുമാറിന്റെ ഇടപെടലുകൾ ബോർഡിന് വലിയ ഗുണമുണ്ടാക്കി. പിൽക്കാലത്ത് സ്വർണ്ണക്കൊള്ള പോലുള്ള പ്രതിസന്ധി കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണപരിചയം പ്രയോജനപ്പെടുത്താൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനിക്കുന്നതിൽ G. സുധാകരൻ മുൻപ് അവതരിപ്പിച്ച ഈ ജയകുമാർ മോഡൽ പ്രധാന പങ്കുവഹിച്ചു. കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ എന്ന നിലയിലും അദ്ദേഹം സുപ്രധാന ദൗത്യം നിർവഹിച്ചു. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം 2012 നവംബർ 1 അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറായി സ്ഥാനമേറ്റു. മലയാള ഭാഷയുടെ ഉന്നമനത്തിനും ഗവേഷണത്തിനും അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകളും നൽകി. ഭരണകാര്യങ്ങളിലെ മികവിനൊപ്പം കെ ജയകുമാറിന്റെ കലാഹൃദയവും ശ്രദ്ധേയമാണ്. 80-ൽ പരം മലയാള സിനിമകൾക്ക് അദ്ദേഹം ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഭക്തിഗാനത്തിലൂടെയും ചന്ദനലേപന സുഗന്ധം എന്ന വരികളിലൂടെയും അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടി. ലളിതഗാനങ്ങൾ, ആൽബം പാട്ടുകൾ, നാടക, സിനിമാ ഗാനങ്ങൾ ഒക്കെയായി 400-ലധികം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. വയലാറിനെ തന്റെ മാനസ ഗുരുവായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കവിതാ സമാഹാരങ്ങൾ, വിവർത്തനങ്ങൾ, ജീവചരിത്രം, ബാലസാഹിത്യം തുടങ്ങി 20-ലധികം കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അർത്ഥവൃത്തങ്ങൾ, രാത്രിയുടെ സാധ്യതകൾ തുടങ്ങി 5ഓളം കവിതാ സമാഹാരങ്ങൾ മലയാളത്തിലും 2 ഇംഗ്ലീഷിലും അദ്ദേഹം രചിച്ചു. ടാഗോറിന്റെ ഗീതാഞ്ജലിയും ഖലീൽ ജിബ്രാന്റെ പ്രവാചകനും ഉൾപ്പെടെ പല പ്രശസ്ത കൃതികളും അദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഗീതാഗോവിന്ദവും ONVയുടെ കവിതകളും അദ്ദേഹം ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. റൂമി, ഒമർ ഖയ്യാം, കബീർ തുടങ്ങിയവരുടെ കവിതകളും അദ്ദേഹം പരിഭാഷപ്പെടുത്തി. വർണ്ണച്ചിറകുകൾ എന്ന കുട്ടികളുടെ സിനിമ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തിരക്കഥാകൃത്ത് എന്ന നിലയിലും ഡോക്യുമെന്ററികൾ, ഇംഗ്ലീഷ് സിനിമകൾ, ടെലിവിഷൻ സീരിയലുകൾ എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. സ്വന്തമായി ചിത്രം വരയ്ക്കാൻ പഠിച്ച ഒരു ചിത്രകാരൻ കൂടിയാണ് അദ്ദേഹം. ഇന്ത്യയിലും സൗത്ത് കൊറിയയിലും അടക്കം 15-ലധികം ഏകാംഗ ചിത്ര പ്രദർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്.
IMGയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന കെ ജയകുമാർ ഭരണമികവിന്റെയും കലാപരമായ ഔന്നത്യത്തിന്റെയും അപൂർവ സംഗമമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാരിന് താങ്ങും തണലുമാകാനും അതേസമയം മലയാളിക്ക് മാസ്മരികമായ ഗാനങ്ങൾ സമ്മാനിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു.